യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യഹൂദന്മാരുടെ പീഡനങ്ങളെ തുടർന്ന് മർത്തായും സഹോദരങ്ങളായ ലാസറും മറിയവും പലായനം ചെയ്ത് തെക്കൻ ഫ്രാൻസിലെ റോൺ നദീതീരത്തുള്ള തരാസ്കോൺ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അക്കാലത്ത് ആ പ്രദേശത്തെ വനങ്ങളിലും നദിയിലുമായി ഒരു ഭയങ്കര വ്യാളി വസിച്ചിരുന്നു. സിംഹത്തിൻ്റെ തലയും ആമയുടെ പുറന്തോടും കരടിയുടെ നഖങ്ങളും പാമ്പിൻ്റെ വാലുമുള്ള ഒരു വിചിത്ര മൃഗമായിരുന്നു അത്. അത് മനുഷ്യരെ കൊന്നു തിന്നുകയും കപ്പലുകൾ മുക്കുകയും ചെയ്ത് ആ നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരുന്നു. നാട്ടുകാർ ഈ ദുരിതത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമേ എന്ന് മർത്തായോട് അപേക്ഷിച്ചു. മർത്ത ധൈര്യപൂർവം വനത്തിലേക്ക് വ്യാളിയെ തിരഞ്ഞുപോയി. വനത്തിൽ വെച്ച് ഒരു മനുഷ്യനെ തിന്നുകൊണ്ടിരുന്ന വ്യാളിയുടെ മുന്നിലേക്ക് അവൾ കടന്നു ചെന്നു. വിശുദ്ധ ജലവും ഒരു കുരിശും മാത്രമായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത്. മർത്ത ആ വ്യാളിയുടെ മേൽ വിശുദ്ധ ജലം തളിക്കുകയും കുരിശടയാളം കാണിക്കുകയും ചെയ്തു. അതോടെ വ്യാളിയുടെ ഉള്ളിലെ ക്രൂരതയും അഗ്നി ശ്വസിക്കാനുള്ള കഴിവും ഇല്ലാതായി. ആ വ്യാളി മർത്തായുടെ മുന്നിൽ ശാന്തനായി നിന്നു. തുടർന്ന് മർത്ത തൻ്റെ അരക്കച്ച അടിച്ച് വ്യാളിയുടെ കഴുത്തിൽ കെട്ടി അതിനെ ഗ്രാമത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്നു. അക്രമകാരിയായ വ്യാളി ശാന്തമായി വരുന്നത് കണ്ട് അത്ഭുതപ്പെട്ട നാട്ടുകാർ തങ്ങളെ ഉപദ്രവിച്ച ആ മൃഗത്തെ കൊലപ്പെടുത്തി. മർത്തായുടെ ഈ വലിയ അത്ഭുതം കണ്ട തരാസ്കോണിലെ ജനങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രൈസ്തവ മാർഗം സ്വീകരിക്കുകയും ചെയ്തു. തിന്മയുടെയും സാത്താൻ്റെയും ശക്തികൾക്ക് മേൽ വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിജയം നേടാമെന്ന് വിശുദ്ധ മർത്ത നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളുടെ വ്യാളിയെ മെരുക്കിയ വിശുദ്ധ മർത്തായെ, എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെയെല്ലാം മാറ്റിത്തരുവാൻ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ.